മാതൃഭാരതത്തിന്റെ സുവർണ ചരിത്രം, നക്ഷത്രദീപ്തിയാർന്ന ഒട്ടനവധി മഹത്തുക്കളുടെ നിലയ്ക്കാത്ത പരമ്പരയുടെ ഗാഥ കൂടിയാണ്. ഉജ്ജ്വലമാർന്ന ഒട്ടനവധി സുവർണ മുഹൂർത്തങ്ങളാൽ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ടതാണ് ലോകമാത അഹല്യാബായി ഹോൾക്കറുടെ ജീവിതം. 1000 കൊല്ലം നീണ്ടുനിന്ന ഇസ്ലാമിക അധിനിവേശങ്ങളിൽ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പുകളാൽ തടയണ തീർത്തെങ്കിലും തലമുറകൾ നീണ്ടുനിന്ന നിരന്തരമായ പോരാട്ടങ്ങൾ സാംസ്കാരിക ഭാരതത്തിന്റെ അകത്താമ്പിനെ തന്നെ രക്ഷിച്ചു തുടങ്ങിയിരുന്നു. ഛത്രപതി ശിവാജി ഉയർത്തിയ മറാത്തയുടെ പോരാട്ട വീര്യം ഔറംഗസീബിന്റെ കാലത്തോടെ മുഗള സാമ്രാജ്യത്തിന്റെ കരുത്ത് ചോർത്തിക്കളഞ്ഞുവെങ്കിലും ഭ്രാന്തമായ മതവർഗീയത കാലമിത്രയും കൊണ്ട് തകർത്തെറിഞ്ഞത് ഈ മണ്ണിന്റെ മാനബിന്ദുക്കളെയായിരുന്നു. ഹിന്ദുവിന്റെ കാഴ്ചപ്പാടിൽ ഈ രാഷ്ട്രത്തിന്റെ ഓരോ തരിമണ്ണും പവിത്രമാണ്. ഭാരതം ദേവനിർമ്മിത ഭൂമിയാണ്. ഹൈന്ദവധർമ്മം സനാതനമായി നിലനിൽക്കുന്നതിന്റെ പിന്നിലെ സുപ്രധാനമായ ഉപാധി തീർത്ഥഘട്ടങ്ങളിലേക്കും പുണ്യനഗരികളിലേക്കുമുള്ള തീർത്ഥാടനമാണ്. അധിനിവേശത്തിന്റെ ആപത്കാലത്ത് തകർത്തെറിയപ്പെട്ട അയോധ്യയും മധുരയും കാശിയും അടക്കമുള്ള മാനബിന്ദുക്കൾ, അവിടങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾ കാലഹരണപ്പെട്ടു തുടങ്ങിയിരുന്നു. മാൾവയിലെ നർമ്മദാ നദീ തീരത്തെ മഹേശ്വർ കേന്ദ്രമാക്കി ഭരണം നിർവഹിച്ച ഹോൾക്കർ രാജവംശത്തിന്റെ വീരനായികയായിരുന്നു ലോകമാത അഹല്യാബായി ഹോൾക്കർ. മാൾവയുടെ നാലതിരുകൾക്ക് പുറത്തു പോകാത്ത അഹല്യാബായി വിശാല ഭാരതത്തിന്റെ മാറിടങ്ങളിൽ ഇസ്ലാം അധിനിവേശമേൽപ്പിച്ച മുറിപ്പാടുകളെ തന്റെ മാതൃവാത്സല്യമാർന്ന കർമ്മ നൈപുണിയാൽ ഉണക്കിയെടുക്കുകയായിരുന്നു. ഹിമാലയ നെറുകയിലെ ബദരീനാഥം മുതൽ സാഗരതീരത്തെ രാമേശ്വരം വരെ, പശ്ചിമ ഗുജറാത്തിലെ ദ്വാരക മുതൽ ഒറീസയുടെ തീരത്തെ ജഗന്നാഥപുരി വരെ ഒട്ടനവധി പുണ്യനഗരികളും തീർത്ഥഘട്ടങ്ങളും അഹല്യാബായിയുടെ പരിശ്രമത്താൽ നവീകരിക്കപ്പെട്ടു. ലോകമാത അഹല്യാബായി ഹോൾക്കറുടെ ഹൃദയേച്ഛയാൽ പുനരുദ്ധരിക്കപ്പെട്ട പുണ്യസ്ഥലികളിലൂടെ ഹൃദയം കൊണ്ടൊരു തീർത്ഥാടനം. കാശി. മാനവ ചരിത്രത്തിലെ ഏറ്റവും പ്രാചീന നഗരിയായ കാശി വാരണാസി എന്നും അറിയപ്പെടുന്നു. കാശിയിലെ ഗംഗാസ്നാനം ഹിന്ദുക്കൾക്ക് മോക്ഷദായകമാണ്. കാശിയുടെ പ്രൗഢിക്കൊത്തവണ്ണം വിശ്വനാഥനെ ഭവ്യമായ മന്ദിരം തീർത്ത് പ്രതിഷ്ഠിക്കുകയെന്ന കർത്തവ്യം നമ്മുടെ തലമുറയുടെ ദൗത്യമായി അവശേഷിക്കുന്നു. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനവീരേ ഗളേരുണ്ടമാലം തനൗ സത്പജാലം മഹാകാലകാലം ഗണേശാദിപാലം ജടാജൂതഗംഗോത്തരം കലിവിശാലം ശിവം ശങ്കരം ശംഭുമീശാനവീരേ സോമനാഥം. ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന സോമനാഥം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1036 മുഹമ്മദ് ഗസ്നി തകർത്തെറിഞ്ഞ സോമനാഥ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അഹല്യാബായി ഹോൾക്കർ ക്ഷേത്രം നവീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ സോമനാഥം പുനർനിർമ്മിക്കുകയുണ്ടായി.
സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക ശ്രീകൃഷ്ണ ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട പുണ്യപുരിയായി സ്ഥിതി ചെയ്യുന്നു. ആദി ശങ്കരാചാര്യർ ചതുർമഠങ്ങളിൽ ഒന്നായ ദ്വാരകാപീഠം ഇവിടെ സ്ഥാപിച്ചു. ദ്വാരകയിലെത്തുന്ന തീർത്ഥാടകർക്കായി അഹല്യാബായ് ഹോൾക്കർ വിശാലമായൊരു അതിഥി മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്.